കുടിശ്ശിക പെൻഷൻ മുഴുവൻ തന്ന ഈ സർക്കാരാണ് പിണറായി വിജയൻ സാറാണ്. അതുകൊണ്ട് ആ സാറിന് മാത്രമേ വോട്ട് കൊടുക്കുള്ളൂ. കോൺഗ്രസ് വന്നാൽ നടപ്പിലാകുന്നൊരു വിശ്വാസം. ഒരു ഭരണവിരുദ്ധ വികാരം നിലവിൽ ഉണ്ടെന്ന് കരുതുന്നുണ്ടോ? കരുതുന്നുണ്ട്. എനിക്കെന്ന് വെച്ചാൽ 6 വർണ്ണം പറ്റാലും പാവങ്ങൾക്ക് നല്ലത് ചെയ്യണം. ഇതേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. കാരണം നമുക്ക് 68 വയസ്സായി. ഇനി നമുക്ക് 6 പകച്ചാലും നമുക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഒരുപാട് വിവാദങ്ങൾ മാത്രം ഉണ്ടായിട്ട് നാട്ടുകാരെ കണ്ണിൽ പൊളിയിടുന്ന മാത്രം പരിപാടിയാണ്. വിവാദങ്ങളെ ഫോക്കസ് ചെയ്യാതെ നമ്മൾ നേട്ടങ്ങളും കോട്ടങ്ങളും ഫോക്കസ് ചെയ്തായിരിക്കും നല്ലത്. പക്ഷേ എനിക്ക് പേഴ്സണലി ഇല്ലേ, ഈ ഭരണം കൊണ്ടോ അല്ലെങ്കിൽ പ്രതിപക്ഷം കൊണ്ടോ അല്ലെങ്കിൽ ഭരണമാറ്റം കൊണ്ടോ എനിക്ക് എന്താ പ്രയോജനം? എൻഡ് ഓഫ് ദ ഡേ അതാണ് എൻ്റെ വിഷയം. വിവാദം ജനങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. ജനങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ജനങ്ങൾക്ക് അതിൻ്റെതായ ഒരു ഉണ്ടല്ലോ ഫലം വരും. നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിലാണ് കേരളം. ഭരണ തുടർച്ചയ്ക്ക് ശ്രമിക്കുന്ന LDFനും 10 വർഷങ്ങൾക്ക് ശേഷം ഭരണത്തിലേക്ക് തിരിച്ചു വരാൻ ശ്രമിക്കുന്ന UDFനും തങ്ങളാലാവും വിധം സാന്നിധ്യം ഉറപ്പിക്കാൻ ശ്രമിക്കുന്ന NDAയ്ക്കും ഈ തിരഞ്ഞെടുപ്പ് ഏറെ നിർണായകമാണ്. ഈ ഘട്ടത്തിൽ ജനഹിതമെന്തെന്നറിയാനുള്ള യാത്രയിലാണ് മറുനാടൻ മലയാളികൾ. മറുനാടൻ്റെ ഈ യാത്ര എത്തി നിൽക്കുന്നത് പീരുമേട് മണ്ഡലത്തിലാണ്. ഇവിടുത്തെ ജനങ്ങൾ ആർക്കൊപ്പം നിൽക്കും? അത് അവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ കേൾക്കാം. പറയാൻ LDFനാണ് അതേ ഉള്ളൂ പറയാനുള്ളത്. LDFനാണ്. ആ LDF. എന്തുകൊണ്ട് അങ്ങനെ? എന്തുകൊണ്ട് നമ്മുടെ കുടിശ്ശിക പെൻഷൻ മുഴുവൻ തന്ന ഈ സർക്കാരാണ് പിണറായി വിജയൻ സാറാണ്. അതുകൊണ്ട് ആ സാറിന് മാത്രമേ വോട്ട് കൊടുക്കുള്ളൂ. പക്ഷേ ഈ 2 വർഷത്തെ പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഒരുപാട് വിവാദങ്ങളുടെ ഒരു സമയം കൂടി ആയിരുന്നല്ലോ. പറയുന്ന പോലെയല്ല, നമ്മൾ ഒത്തിരി കാര്യങ്ങൾ നാടിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. അതേ സമയത്ത് തന്നെ ആരും ഈ ആശുപത്രികളിൽ മരുന്നില്ല എന്നും ആശുപത്രികളിൽ ഒരുപാട് വിവാദ കേസുകൾ ഉണ്ടായി കണ്ടിരുന്നല്ലോ. അതിപ്പം വിവാദം ഉണ്ടായാലേ നമ്മൾ നല്ല ചെയ്യുന്നവരുടെ കൂടെ ആൾക്കാർ നിൽക്കുകയില്ലല്ലോ അല്ല ലോകത്ത്. അല്ല എപ്പോഴും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടല്ലോ, അത് ഇല്ലാത്തൊരു സംഭവം അല്ലല്ലോ. അങ്ങനെ പറയുന്നില്ല. പറയാൻ ഞാൻ പറയുന്നില്ല. നല്ല കാര്യം ചെയ്ത് നല്ല കാര്യത്തിന് വോട്ട് ചെയ്യും. ഇതേ ഉള്ളൂ നമുക്ക്. അപ്പം വീണ്ടും ഈ സർക്കാർ ഈ സർക്കാർ കോൺഗ്രസ് മുമ്പിൽ UDFൻ്റെ കാര്യം നോ. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അവർ ജനങ്ങളോട് പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നില്ല. UDF ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര അതുപോലുള്ള കുറേ പദ്ധതികളൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള അതൊക്കെ സാധാരണക്കാരായ ആൾക്കാർക്ക് കുറച്ചും കൂടി ഗുണമാകുന്നതല്ലേ? ഇല്ല, ഗുണമാകുകയല്ല. അവർ പറഞ്ഞിട്ട് വോട്ട് ജയിച്ചു കഴിയുമ്പം വേറെ വ്യത്യസ്തമായ രീതിയിൽ അവർ പോവുക. നടപ്പാക്കില്ല നടപ്പാക്കുകയില്ല. സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്രയൊക്കെ കോൺഗ്രസ് ഓഫർ ചെയ്തിട്ട് അവർ പ്രകടനപത്രിക പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നടപ്പിലാകുമെന്ന് കരുതുന്നുണ്ടോ? കോൺഗ്രസ് വന്നാൽ നടപ്പിലാകുന്നൊരു വിശ്വാസമുണ്ട്. ഒരു ഭരണവിരുദ്ധ വികാരം നിലവിൽ ഉണ്ടെന്ന് കരുതുന്നുണ്ടോ? കരുതുന്നുണ്ട്. എനിക്കെന്ന് വെച്ചാൽ 6 വർണ്ണം പറ്റാലും പാവങ്ങൾക്ക് നല്ലത് ചെയ്യണം. ഇതേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. കാരണം നമുക്ക് 68 വയസ്സായി. ഇനി നമുക്ക് 6 പകച്ചാലും നമുക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഞങ്ങളെ പോലെ അവരെ കണ്ടെത്തി ഒരു സഹായങ്ങൾ ചെയ്ത സന്തോഷം. അത് 6 വർണ്ണം ഒന്നാണ്. ഇതേ എൻ്റെ മനസ്സിലുള്ള മലയാളികളുടെ മൊത്തം അഭിപ്രായം ചേർന്നും കൂടിയാണ്.
പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് ഞാൻ തന്നെ പറയണോ ഇനി ആരാ ജയിക്കുന്നത്? സാധ്യതയല്ല. മൂന്ന് ശക്തമായ മത്സരമാണ് ഇവിടെ നടക്കുന്നത്. ആരെ ജയിക്കുമെന്നുള്ള കാര്യം കറക്റ്റ് അറിയാൻ പറ്റത്തില്ല. ഇലക്ഷനോട് അടുക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന് കരുതുന്നുണ്ടോ? ഉണ്ട്, ഉറപ്പായിട്ടും. ഇപ്പോൾ ഇവിടുത്തെ ഒരു ട്രെൻഡ് എങ്ങനെയാണ്? ഈ ഇലക്ഷൻ നടക്കുകയാണല്ലോ, ഒരു ട്രെൻഡ് എങ്ങനെയാണ്? ഇവിടെ LDF-നാണ് മുൻതൂക്കം. അപ്പോൾ LDF-ന് മുൻതൂക്കം ഉണ്ടാകാനുള്ള ഒരു കാരണം എന്താ തോന്നുന്നത്? നല്ല പ്രവർത്തനം കാര്യമായിട്ട്. മുൻ MLA-യുടെ പ്രവർത്തനം എങ്ങനെയുണ്ടായിരുന്നു? നല്ലതായിരുന്നു. 6 മാസമേ ഉള്ളായിരുന്നു. ഈ പീരുമേട് മണ്ഡലത്തിൽ ആർക്കാണ് മുൻതൂക്കം ഉള്ളതായിട്ട് കരുതുന്നത്? മുൻതൂക്കം അങ്ങനെ പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഈ കഴിഞ്ഞ തവണത്തെ സ്ഥാനാർത്ഥി തന്നെയാണ് UDF-ന് നിൽക്കുന്നത്. കഴിഞ്ഞ തവണത്തെ സ്ഥാനാർത്ഥി സിറിയക്ക്. അപ്പം അദ്ദേഹം ഇത്തവണയെങ്കിലും രക്ഷപ്പെടുവോ? രക്ഷപ്പെട്ട പുള്ളി ഭാഗ്യം. രക്ഷപ്പെടാനും സാധ്യതയുണ്ട്. എങ്ങോട്ടാ മാറി മറിയെന്ന് പറയാൻ പറ്റത്തില്ല നമുക്ക്. ഇലക്ഷൻ ഭരണം മാറി വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഭരണമാറ്റം വേണമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ 10 വർഷം ഒരു ആൾ ഭരിച്ചു, ഇനിയും അടുത്ത 5 വർഷം വേറെ ആൾ ഭരിക്കട്ടെ. നേരത്തെ കേരളത്തിൽ ഈ ഒന്നടവിട്ടുള്ള ഭരണരീതിയായിരുന്നല്ലോ, അതായിരുന്നു നല്ലത് അതോ തുടർ ഭരണമാണോ നല്ലത്? അല്ല, തുടർഭരണം അല്ല, ഒന്നിടപെട്ട് വരുന്നതാണ് നല്ലത്. ആണ്. അത് ഒരാൾ അങ്ങനെ തുടർച്ചയായിട്ട് ഭരിച്ചാലുള്ള പ്രശ്നം എന്താ? തുടർച്ചയായിട്ട് അഴിമതിയുടെ കാര്യങ്ങൾ കൂടുതൽ നടക്കും. ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ല. അതായത് ഇപ്പം നിങ്ങൾ ഈ ഇപ്പോഴത്തെ യുവജനങ്ങളാണ്. അപ്പം ഇപ്പം ഈ നടക്കുന്ന തെരഞ്ഞെടുപ്പ് ഒരുപാട് വിവാദങ്ങളും മറ്റു വിഷയങ്ങളും ഒക്കെ ആയിട്ട് നടക്കുന്നു ഇല്ലേ? അപ്പോൾ അതിനെ എങ്ങനെ നിങ്ങൾ വിലയിരുത്തുന്നു? ഈ നാടിൻ്റെ പുരോഗതിക്ക് വിവാദങ്ങളാണോ വേണ്ടത് അതോ നമുക്ക് ഭരണമാണോ? എന്താണ് നിങ്ങളുടെ ഒരു ഭരണമാണ്? വിവാദങ്ങളും വേണം. വിവാദങ്ങൾ എനിക്ക് യോജിപ്പില്ല. ഒരുപാട് വിവാദങ്ങൾ മാത്രം ഉണ്ടായിട്ട് ആ നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടുന്ന മാത്രമേ പരിപാടിയുള്ളൂ. അപ്പം അവിടെ നിന്ന് ഒരു 2 ഭാഗത്തു നിന്നും കുറേ അങ്ങോട്ട് പ്രത്യാരോപണങ്ങൾ അത് വേണ്ട. നാടിന് ഗുണമുണ്ടെങ്കിൽ അത് നല്ലതാണ്. അപ്പം ഇപ്പം നമ്മൾ ഈ പൊതുവെ ആൾക്കാർ ഈ വോട്ടിങ്ങിനോട് മുഖം തിരിക്കുന്ന ഒരു സ്വഭാവമാണ് മിക്ക യുവജനങ്ങളുടെ ഇടയിൽ കാണപ്പെടുന്നത്. എന്താ പറയുന്നത് അതിനെക്കുറിച്ച്? നിങ്ങൾ എങ്ങനെയാണ്? എന്നാലും വികസനങ്ങൾ ഇപ്പോൾ കുറവുണ്ടല്ലോ. വികസനങ്ങൾ ഉണ്ട്, എന്നാലും കുറവുണ്ട്. ചിലയിടത്ത് കുറേ റോഡ് നന്നാകാനുണ്ട്, റോഡ് നന്നാകുന്നുമുണ്ട്, എന്നാലും ചിലയിടത്ത് നന്നാകുന്നുമില്ല. ഇപ്പം ജോലി സാധ്യതയില്ല. യുവജനങ്ങൾക്കാണെങ്കിൽ ഇപ്പം ജോലി യുവജനങ്ങൾ കൂടുവാണല്ലോ. അതുകൊണ്ടൊക്കെയാണ് ഈ യുവജനങ്ങൾക്ക് ഒരു താല്പര്യക്കുറവെന്നൊക്കെ തോന്നുന്നത്. നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണല്ലോ. ഇപ്പം ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന പലതരം വിവാദങ്ങളുണ്ട് അല്ലേ? പലതരം വിവാദങ്ങൾ സോഷ്യൽ മീഡിയ ഈ ഇങ്ങനെ കാണിക്കുന്നത് ഇപ്പം ഇലക്ഷൻ സംബന്ധിച്ച് ഓരോ വിഷയങ്ങൾ വരുന്നു. അപ്പോൾ അത് നല്ലതാണോ ചീത്തയാണോ? വിവാദങ്ങളെ ഫോക്കസ് ചെയ്യാതെ നമ്മൾ നേട്ടങ്ങളും കോട്ടങ്ങളും ഫോക്കസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നിങ്ങൾ സോഷ്യൽ മീഡിയ ഇടപെടുന്ന ആൾക്കാരാണോ? ഇങ്ങനെ വരുന്ന കമന്റുകളൊക്കെ ഇടാറുണ്ടോ? ഞങ്ങൾ അധികം ഈ വിവാദങ്ങളെ അധികം ഫോക്കസ് ചെയ്യാറില്ല. ഇല്ല, ഇത് ഷെയർ ചെയ്യുകയും കമന്റ് ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ടോ? അങ്ങനെ ചെയ്യാറില്ല. എനിക്ക് പേഴ്സണലി ഇല്ലേ, ഈ ഭരണം കൊണ്ടോ അല്ലെങ്കിൽ പ്രതിപക്ഷം കൊണ്ടോ അല്ലെങ്കിൽ ഭരണമാറ്റം കൊണ്ടോ എനിക്ക് എന്താ പ്രയോജനം? എൻഡ് ഓഫ് ദ ഡേ അതാണ് എൻ്റെ വിഷയം. ഇപ്പം എനിക്ക് ഭാവിയിൽ ജോലി കിട്ടുമോ, എൻ്റെ നാട് നന്നാവുമോ? ഇപ്പോൾ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം നടത്തി അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് തെളിവിളി, ഇതൊക്കെ എനിക്ക് പേഴ്സണലി ഒരു മാറ്റം ചെയ്യുന്നില്ല. ഇത് പേരെങ്ങനെയാ? ജോയൽ. എന്താ പഠിക്കുന്നത്? BSc മാത്സ്. എവിടെയാണ്? സെന്റ് ഡോമിനിക്, കാഞ്ഞിരപ്പള്ളി. സെന്റ് തോമസ്. എത്ര വർഷം? കാഞ്ഞിരപ്പള്ളി സെന്റ് ഡോമിനിക്. എത്ര വർഷമാണ്? 3-ാം വർഷം. ഓക്കെ, താങ്ക് യു. അവിടോട്ട് വെച്ചിട്ട് പൂരിപ്പിച്ച് മടക്കി ഞങ്ങളെ കാണിക്കണ്ട. ഇത് രഹസ്യ ബാലറ്റാണ്. നമ്മളാരും ഇത് തുറന്നു നോക്കുന്നതല്ല, ഞങ്ങൾ അവസാനം ഇത് വിലയിരുത്തത്തുള്ളൂ. അത് തന്നെ. ശമ്പള പരിഷ്കരണം നടപ്പായല്ലോ അല്ലേ? കൂട്ടി തന്നോ? ഇവിടെ പണിമുടക്കം ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നു. നിങ്ങൾക്ക് നല്ല പെരുമാറ്റമാണ് എല്ലാം ഉണ്ടാകുന്നത് അല്ലേ? ഓക്കെ, ഞങ്ങളുടെ ഈ സമരം കൊണ്ട് നേട്ടം ഉണ്ടായതായിട്ട് തോന്നുന്നുണ്ടല്ലേ മൊത്തത്തിൽ കേരളത്തിൽ? ഇവിടുത്തെ രാഷ്ട്രീയ കാലാവസ്ഥ എങ്ങനെയുണ്ട് ഈ ഇലക്ഷനോടനുബന്ധിച്ച്? ഇലക്ഷനോടനുബന്ധിച്ച് നല്ല ചൂടാണിപ്പോൾ. ഇവിടെ LDF സ്ഥാനാർത്ഥി പമ്പിച്ച ഭൂരിപക്ഷത്തോട് വിജയിക്കും. ഇപ്പം ഞങ്ങൾ അപ്പുറത്ത് ഈ കടകളിലൊക്കെ കയറിയപ്പോൾ കുറച്ച് പേര് പറഞ്ഞത് ഇവിടെ ഈ തോട്ടം മേഖലയിൽ പ്രതിസന്ധിയാണ്. ഈ പ്രതിസന്ധി പരിഹരിക്കാൻ LDF സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല.
എന്നാണ് പറയുന്നത്. അങ്ങനെയാണോ നിങ്ങൾക്ക്? നിങ്ങളിവിടെ ജനിച്ചു വളർന്ന ആൾക്കാരല്ലേ? അങ്ങനെയല്ല, നിലവിലിപ്പം തോട്ട മേഖലയിൽ ഇപ്പം ബോണാമി ഇപ്പം നിലവിൽ അടച്ചു കിടക്കുന്നത്, പൂട്ടിയിട്ട എസ്റ്റേറ്റാണ്. എന്നാലും നിലവിൽ തോട്ടം തൊഴിലാളികൾ ഇപ്പോൾ സമ്മർ പോലും ചെയ്യാതെ ഇപ്പം നിലവിൽ 40 രൂപ കൂട്ടിയിട്ടുണ്ട്. അല്ലാതെ തോട്ടമേല എല്ലാം നല്ല രീതിക്കാണ് പോകുന്നത്. ഇപ്പോൾ തൊട്ടടുത്തുള്ള ഈ പുറത്ത് നോക്കിയാൽ മതി, കാക്കളം എസ്റ്റേറ്റൊക്കെ ഇതൊക്കെ നല്ല രീതിക്കാണ് പോകുന്നത്. ശമ്പളമൊക്കെ കൃത്യമായിട്ട് 10-ാം തീയതി ആകുമ്പോൾ അവരുടെ അക്കൗണ്ടിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ സമ്മറും ചെയ്യാതെ പോലെ തന്നെ ബോണസൊക്കെ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ ഇവിടെ ഓട്ടോറിക്ഷ തൊഴിലാളി എത്ര പേരുണ്ട്? ഞങ്ങൾ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഇവിടെ ഈ ബോണാമി സ്റ്റാൻഡ് ഇവിടുത്തെ 50 ഓട്ടമുണ്ട്. എല്ലാവരും ഇവിടുത്തെ ഈ യൂണിയനിൽ പെട്ട ആളാണ്? എല്ലാവരും പരമാവധി 99% CTUകാരാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന CPM തന്നെ, LDF തന്നെ ഇവിടെ ജയിക്കും? LDF തന്നെ 3-ാം തവണയും ഭരണത്തിന് വരും. എൻ്റെ ആത്മവിശ്വാസം നിൽക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ പമ്പിച്ച പുരസ്തോടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി സലീം കുമാർ വിജയിക്കും. ഓക്കെ ഓക്കെ, ശരി. ഇവിടുത്തെ വികസന കാര്യങ്ങളിലാണ്, വികസനം നല്ല രീതിയിലാണ് പോകുന്നത്. ഇനിയും പല കാര്യങ്ങളും ചെയ്യണം. ടൂറിസം മേഖല സംബന്ധിച്ച പല കാര്യങ്ങളും ഇനിയും ചെയ്യാനുണ്ട്. അത് LDF സർക്കാർ വന്നാൽ മാത്രമേ നടക്കുള്ളൂ. ഈ ഇവിടെ ഈ പിന്നെ വ്യാപകമായിട്ട് കയ്യേറ്റം ഉണ്ടെന്ന് പറയുന്നത് അത് ശരിയാണോ? ഇവിടെ കയ്യേറ്റം ഉണ്ടായിട്ടില്ല. ഇല്ല, ഈ തോട്ട മേഖല മുറിച്ച് കൊടുക്കുന്നുണ്ട്, അല്ലാതെ കയ്യേറ്റം മുറിച്ച് കൊടുക്കുന്നുണ്ട്. അത് അങ്ങനെ കൊടുക്കാൻ വകുപ്പുണ്ടോ? ഇല്ല, വകുപ്പുണ്ടോ എന്ന് വെച്ചാൽ ആൾക്കാർക്ക് 5 അവരുടെ ഒരു ഗ്രാറ്റുവിറ്റിക്ക് അനുസരിച്ച് 5 സെന്റ് വീതം 10 സെന്റ് വെച്ച് അവർക്ക് കൊടുക്കുകയാണ്. ഗ്രാറ്റുവിറ്റി കിട്ടാനുള്ളവർക്ക് ഉള്ളവർക്ക് അതിന് പകരം തോട്ടം ഭൂമി കൊടുക്കും. ഏത് തോട്ടത്തിൽ? പാലക്കാട് തോട്ടമാണ്. അത് അടഞ്ഞു കിടക്കുവാണ്. അപ്പൊ ഈ തോട്ടഭൂമി കുറിച്ച് കൊടുക്കുമ്പോൾ അത് ശരിക്കും തേയിലയായിരുന്നു അവിടെ? ഇതെല്ലാം തേയിലയാണല്ലോ. തേയിലയാണ്. ഈ തേയില ഉള്ള ഭൂമിയാണ് മുറിച്ചു കൊടുക്കുന്നത്. അതായത് അപ്പൊ അവര് ഈ തേയില കളയോ അതോ അവിടുത്തെ താമസിക്കും? വീട് വെക്കാനായിട്ട് അത് കളയും. അപ്പൊ ഈ കൃത്യമായിട്ടുള്ള ഈ മരുന്നടി അങ്ങനെയൊന്നും ഇല്ലാതെ തേയിലയെല്ലാം നശിച്ചു കാണും. ആര് ജയിക്കുന്ന ചേട്ടൻ പ്രതീക്ഷിക്കുന്നു? അങ്ങനെ ഒരു പ്രതീക്ഷ എന്ന് വെച്ചാൽ പുള്ളി 3-ാമത്തെ പ്രാവശ്യം നിൽക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നിസ്സാര വോട്ടിന് തോറ്റു പോയതുകൊണ്ട് ഇപ്രാവശ്യം ജയിക്കും. ഒരു കേരളത്തിലാകെ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഉണ്ട്. അപ്പോൾ ഒരു ഭരണമാറ്റം പ്രതീക്ഷിക്കുന്നു. പ്രതീക്ഷ LDF വരാൻ സാധ്യത. മണ്ഡലത്തിൽ LDF അതോ മൊത്തത്തിൽ LDF വരാൻ സാധ്യത. തുടർഭരണം ഉണ്ടാകുന്ന ചേട്ടൻ പറയുന്നത്. മറ്റേ എതിർപക്ഷത്തിന് അവർക്ക് ഇപ്പോഴെ തമ്മിലടിയായി. പക്ഷേ ഒരുപാട് വിവാദങ്ങൾ കടന്നുപോയിട്ടുള്ള അങ്ങനെ പലതും വരും. പക്ഷേ എങ്കിലും ഒരു അടിത്തറയുള്ള LDFലേ ഉള്ളൂ. UDF ഇപ്പം തമ്മിലടിയായി നേതാക്കന്മാർ തമ്മിൽ. പിന്നെ വിവാദം ജനങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. ജനങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ജനങ്ങൾക്ക് അതിൻ്റെതായ ഒരു ഇപ്പോഴത്തെ ഒരു ഇതുണ്ടല്ലോ, അത് വെച്ച് അതിൻ്റെതായ ഫലം വരും. ഇപ്പൊ ഈ ആരോഗ്യ മേഖലയും സ്വർണ്ണക്കൊള്ളയും അതൊക്കെയാണല്ലോ പ്രധാനമായിട്ട് പല വിവാദങ്ങളും. ഏത് പാർട്ടി ഭരിച്ചാലും വിവാദങ്ങൾ ഉണ്ടായിരിക്കാൻ പറ്റിയല്ലോ, ഉണ്ടാവണം. എന്നാലേ അതിനകത്തുണ്ടാവുള്ളൂ. അതുകൊണ്ട് തുടർഭരണം വന്നാൽ നല്ലോ. ഇനി മറ്റു പാർട്ടി വന്നാൽ തന്നെ അവർ ഇതെല്ലാം പഠിച്ച് വരുമ്പോഴത്തേക്ക് സമയമെടുക്കും. അടുത്ത 5 വർഷം കഴിയും. പിന്നെ തമ്മിലടി നല്ല നേതാവ് അവരുടെ ഇതിൽ ഇപ്പം നിലവിലില്ലെന്നാണ് തോന്നുന്നത്. അപ്പം LDFൽ ഒരു നല്ല നേതാവായിട്ട് കാണുന്നവരെയാണ്. LDF നേതാക്കന്മാരെല്ലാം കുറേ പേരുണ്ട്. ഒരാങ്കിലൊക്കെ ആവട്ടെ, ഒരു നേതൃത്വമുണ്ട് നിലവിൽ. UDF ഇപ്പോൾ അതില്ലാത്തൊരവസ്ഥ നിൽക്കരുത്, തമ്മിലടിയല്ലേ. ഇഷ്ടമുള്ളത് ടിക്കിങ് ചെയ്താണ് കോളത്തിനകത്ത്. ഞങ്ങൾ തിരുവനന്തപുരം. നമ്മുടെ മെയിൻ ഒരു കളക്കണപ്പല്ലേ? അതെ.